ഹായ് ഫ്രണ്ട്സ്, കെമിസ്ട്രി മേഡ് ഈസി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. SSLC പരീക്ഷയ്ക്ക് ഒരുക്കമായിട്ട് നമ്മൾ തുടങ്ങി വെച്ച കെമിസ്ട്രി പരിശീലന ക്ലാസ്സുകളിൽ ഇന്ന് 7th യൂണിറ്റിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓർഗാനിക് കെമിസ്ട്രി പോർഷൻസ് ആണ് കൂടുതൽ ആളുകൾക്കും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞതിനാൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ 2 ചാപ്റ്ററുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എക്സാമിന് മുമ്പ് പഠിച്ചു തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്തു. അതിലുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ അടുത്ത യൂണിറ്റിലോട്ട്, ഓർഗാനിക് കെമിസ്ട്രിയുടെ അടുത്ത യൂണിറ്റിലോട്ട് പ്രവേശിക്കുകയാണ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ ഒരുപാട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് എല്ലാം തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, ഡിറ്റർജന്റ് ഇതെല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ്, അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന LPG ആയിക്കോട്ടെ, പെട്രോൾ, ഡീസൽ, ഈ ഫ്യൂവൽസ് എല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സിന് അത്രയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതുകൊണ്ട് തന്നെ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം പഠിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് തരുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെയാണ്, ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് തരുന്ന, ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് അല്ലെ. കാർബൺ പ്രസന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സ് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എസ്പെഷ്യലി സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, പൂരിത ഹൈഡ്രോ കാർബണുകൾ, പൂരിത സംയുക്തങ്ങൾ തരുന്ന കെമിക്കൽ റിയാക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും സിംപ്ലസ്റ്റ് ഹൈഡ്രോ കാർബൺ ഏതാണ്? മീഥൈൻ ആണ്. ഒരു കാർബണാറ്റമുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ഹൈഡ്രോ കാർബൺ ആണ് മീഥൈൻ. ഈ മീഥൈൻ നമ്മൾ ക്ലോറിൻ ഗ്യാസിന്റെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ, അല്ലെങ്കിൽ ക്ലോറിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്താൽ, ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ Cl2 ആണ്. അതിൽ 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ടാകും. ഇത് സൺലൈറ്റിന്റെ പ്രസൻസിൽ, അതായത് ലൈറ്റിന്റെ പ്രസൻസിൽ മീഥൈൻ മോളിക്യൂളും മീഥൈനും ക്ലോറിൻ മോളിക്യൂളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ 2 ക്ലോറിൻ ആറ്റത്തിൽ ഒരു ക്ലോറിൻ ആറ്റം ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ പൊസിഷൻ അങ്ങ് എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? ആ മോളിലോട്ടുള്ള ഹൈഡ്രജൻ അവിടെ തന്നെ ഉണ്ട്, ഈ ഹൈഡ്രജൻ അവിടെ തന്നെ ഉണ്ട്, ഈ ഹൈഡ്രജൻ അവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഈ ഹൈഡ്രജന്റെ സ്ഥാനമാണ് ക്ലോറിൻ എടുക്കുന്നത് എന്ന്. 4 ഹൈഡ്രജൻ ആറ്റവും ഐഡന്റിക്കലാണ്. ഏത് ഹൈഡ്രജൻ മാറിയിട്ടും അവിടെ എന്ത് വരാം? ക്ലോറിൻ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. പ്ലസ് അപ്പൊ ബൈ പ്രോഡക്റ്റ് എന്ത് വരും? ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി, ക്ലോറിൻ മോളിക്യൂളിലെ ഒരു ക്ലോറിൻ ആറ്റം അവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അടുത്ത ക്ലോറിൻ ആറ്റം ഇവിടെയുണ്ട്. ആ ക്ലോറിനും ഈ ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് HCl മോളിക്യൂൾ ആണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നത്. ഈ റിയാക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. ഇവിടെയുള്ള ഹൈഡ്രജൻ ആറ്റം, നമ്മുടെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ആറ്റത്തിനെ ആര് റീപ്ലേസ് ചെയ്തു? ക്ലോറിൻ റീപ്ലേസ് ചെയ്തു. അതായത് ഹിയർ ക്ലോറിൻ took the position of this hydrogen atom. ഈ ടൈപ്പ് കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഒരാളെ പറിച്ചു മാറ്റിയിട്ട് അതേ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ആറ്റമോ ഗ്രൂപ്പ് ഓഫ് ആറ്റമോ വന്നാൽ ആ ടൈപ്പ് കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സോ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? അങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് an atom or group of atom is replaced by another atom or group, that is known as substitution reaction. ഇവിടെ ക്ലോറിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിമ്പിൾ ആറ്റം ആണ്. ഇതല്ലാതെ OH ഗ്രൂപ്പ്, OH ഒക്കെ വന്ന് ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട് അല്ലെ, OH. അപ്പൊ അവിടെ ഓക്സിജനും ഹൈഡ്രജനും കൂടെ ചേർന്ന ഒരു ഗ്രൂപ്പാണ് OH എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിമ്പിൾ ആറ്റം ആകാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം വന്ന് ഒരാളെ മാറ്റിയിട്ട് അതേ സ്ഥാനം ഒക്കുപൈ ചെയ്യുന്നുവെങ്കിൽ
ആ ടൈപ്പ് കെമിക്കൽ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇതാണ്. ഇനി ഇവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മുടെ കാർബൺ ആറ്റത്തിൽ 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. 4 ഹൈഡ്രജൻ ആറ്റവും ഐഡന്റിക്കൽ ആണ്. ഒരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? CH3. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം കേട്ടോ. ഇങ്ങനെ എപ്പോഴും ബോണ്ടഡ് ലൈൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. CH4 plus Cl2 gives, ഇതെന്താണ്? കാർബണിൽ 3 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, ഒരു ക്ലോറിനും ഉണ്ട്. സോ CH3Cl plus HCl എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മുടെ ഈ CH3Cl ഉണ്ടല്ലോ, ഈ CH3Cl വീണ്ടും ഒരു ക്ലോറിൻ മോളിക്യൂളും ആയിട്ട് റിയാക്ട് ചെയ്യുവാണെന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യാം, 2 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യാം, 3 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യാം. ഇനി 4 ഹൈഡ്രജൻ ആറ്റംസ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ആർക്ക് വരാൻ പറ്റും? ക്ലോറിന് വരാൻ പറ്റും. അപ്പോൾ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ആവശ്യത്തിന് ക്ലോറിൻ മോളിക്യൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻസിനെ എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് മാറ്റിക്കൊണ്ട് അവിടേക്ക് നമ്മുടെ ക്ലോറിൻ ആറ്റത്തിന് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ആ ടൈപ്പ് കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ CH3Cl വന്നു. ഇനി ഞാൻ ഈ CH3Cl ഇതിന്റെ അകത്തേക്ക് വീണ്ടും ഒരു ക്ലോറിനും കൂടെ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? അടുത്ത ഹൈഡ്രജൻ ആറ്റം മാറുന്നു. ഇങ്ങനെ എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. CH3Cl എന്നാൽ ഇതാണ് CH3Cl. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നു. അടുത്ത ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യുന്നു, പകരം ഒരു ക്ലോറിൻ ആറ്റം അവിടെ വരുന്നു. അപ്പോൾ എന്ത് കിട്ടും? 2 ഹൈഡ്രജനെ പിന്നെ മിച്ചമുള്ളൂ. അടുത്ത ക്ലോറിൻ ആറ്റവും കൂടെ ഇവിടെ വരുന്നു. സോ നമുക്ക് പ്രൊഡക്റ്റ് എങ്ങനെ എഴുതാൻ പറ്റും? CH3 ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ക്ലോറിൻ വരുന്നു. അപ്പൊ CH3 ഇപ്പോ CH2 ആയി, കാരണം ഒരു ഹൈഡ്രജൻ പോയി. പകരം ഈ 2 ക്ലോറിൻ ആറ്റത്തില് ഒരാൾ ഇപ്പുറേക്ക് വരുന്നു. ഓൾറെഡി ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പുതിയതായിട്ട് ഒരാളും കൂടെ വരുന്നു. സോ CH2Cl2 പ്ലസ് ഇവിടെയും എന്താണ് ബൈ പ്രൊഡക്റ്റ്? HCl ആണ് ബൈ പ്രൊഡക്റ്റ്. HCl എങ്ങനെയാണ് ബൈ പ്രൊഡക്റ്റ് വന്നതെന്ന് മനസ്സിലായല്ലോ. ഈ ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 ക്ലോറിൻ ആറ്റമാണ്. ഒരു ക്ലോറിൻ ഇവിടേക്ക് വരികയും മറ്റേ ക്ലോറിനും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് HCl ഫോം ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി നോക്കുക. വീണ്ടും ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റില്. ആ ഹൈഡ്രജൻ ആറ്റം അടുത്ത സ്റ്റേജിൽ നമുക്ക് എങ്ങനെ എഴുതാം? CH2Cl2 പ്ലസ് അടുത്ത ക്ലോറിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അടുത്ത ഹൈഡ്രജനെ കളയുന്നു. CH2 അപ്പൊ എന്തായി? CH ആയി. Cl2 ഓൾറെഡി ഉണ്ട്, ഒരു ക്ലോറിനും കൂടെ വന്നപ്പോൾ എന്തായി? Cl3 ആയി. സോ CHCl3 പ്ലസ് HCl. കണ്ടോ? ഇനി അതുപോലെ ഇത് ഇവിടെയും ഉണ്ടൊരു റീപ്ലേസിബിൾ ഹൈഡ്രജൻ ആറ്റം. സോ CHCl3 പ്ലസ് Cl2 gives എങ്ങനെ എഴുതാം? ഈ ഹൈഡ്രജനും പോയി, ഇപ്പൊ C മാത്രമേ ഇവിടെ ഉള്ളൂ. Cl3 ഉണ്ടായിരുന്നത് ഇപ്പൊ Cl4 ആവുന്നു. സോ CCl4 പ്ലസ് HCl. നോക്കുക, നമ്മുടെ ഈ മീഥൈൻ മോളിക്യൂളിന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ വേണമെങ്കിൽ നമുക്ക് ക്ലോറിനേഷൻ എന്ന് വിളിക്കാം. കാരണം ക്ലോറിൻ മോളിക്യൂൾ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കാം. CH3Cl നമുക്ക് ഇതിന് വേണമെങ്കിൽ ഒന്ന് പേര് കൊടുക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? ഹാലജൻ ആറ്റം. നമ്മുടെ ഹൈഡ്രോ കാർബണിൽ ഹാലജൻ പ്രസന്റ് ആണെങ്കിൽ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ്, നെയിമിംഗ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? ഹാലജൻ ആറ്റം പ്രസന്റ് ആണെങ്കിൽ അതിന്റെ പേര് വേണം ആദ്യം പറയാനായിട്ട്. പ്രിഫിക്സ് ആയിട്ട് അത് വരണം. ഇവിടുത്തെ ഹാലജൻ ഏതാണ്? ക്ലോറിൻ. സോ എങ്ങനെ പറയണം? ക്ലോറോമീഥൈൻ. എങ്ങനെ പറയണ്ടേ? ക്ലോറോമീഥൈൻ. ഇതിന്റെ കോമൺ നെയിം 2 പേരുണ്ടല്ലോ. IUPAC സിസ്റ്റം അനുസരിച്ചുള്ള നെയിമിംഗും ഉണ്ട്, കോമൺ സിസ്റ്റം അനുസരിച്ചുള്ള നെയിമിംഗും ഉണ്ട്. IUPAC നെയിം ആണെങ്കിൽ ക്ലോറോമീഥൈൻ എന്ന് പറയും. കോമൺ നെയിം ആണെങ്കിൽ എങ്ങനെ പറയും? മീഥൈൽ ക്ലോറൈഡ്. ഇവിടെ നോക്കാം, ഡൈക്ലോറോമീഥൈൻ അല്ലെ? 2 ക്ലോറിൻ ഉള്ളതുകൊണ്ട് ഇതിന്റെ IUPAC നെയിം ഡൈക്ലോറോമീഥൈൻ. ഇതിന്റെ പേര് എങ്ങനെ? ഡൈക്ലോറോമീഥൈൻ എന്നാണ് ഇതിന്റെ IUPAC നെയിം. കോമൺ നെയിം എങ്ങനെ വരും? അങ്ങനെ തന്നെ കോമൺ നെയിം പറയാറ്. ഡൈക്ലോറോമീഥൈൻ എന്ന് തന്നെ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാറില്ല. അല്ലെങ്കിൽ മെത്തിലീൻ ഡൈക്ലോറൈഡ് എന്ന് പറയാറുണ്ട് കേട്ടോ. മെത്തിലീൻ ഡൈക്ലോറൈഡ് എന്നും പറയാറുണ്ട് കോമൺ സിസ്റ്റം. ഞാൻ പറഞ്ഞല്ലോ, കോമൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള റൂളുകളൊന്നും ഫോളോ ചെയ്യുന്ന സംഗതിയല്ല. IUPAC നെയിം മാത്രമേ നമുക്ക് ഒരു കോമ്പൗണ്ടിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത് ഡൈക്ലോറോമീഥൈൻ എന്നുള്ളത് IUPAC നെയിം. നിങ്ങൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡൈക്ലോറോമീഥൈൻ, അത് നമുക്ക് ഏത് കോമ്പൗണ്ടിനും IUPAC സിസ്റ്റം അനുസരിച്ച് നെയിം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതാണെങ്കിലോ ട്രൈക്ലോറോമീഥൈൻ. പക്ഷെ ഇതിന്റെ കോമൺ നെയിം നമ്മൾ നല്ല ഫെമിലിയർ ആണ്, ക്ലോറോഫോം എന്ന് പറയും അല്ലെ? CHCl3. ട്രൈക്ലോറോമീഥൈൻ എന്നുള്ളതാണ് IUPAC നെയിം, പക്ഷെ ക്ലോറോഫോം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. CHCl3. ഇതോ ടെട്രാക്ലോറോമീഥൈൻ ആണ് ഇതിന്റെ IUPAC നെയിം. ടെട്രാ 4 ക്ലോറിൻ ഉള്ളതുകൊണ്ട് ടെട്രാ
ടെട്രാക്ലോറോമീഥൈൻ എന്നതിന്റെ IUPAC നെയിം വരും. പക്ഷെ കോമൺ നെയിം എങ്ങനെ പറയുന്നത്? കാർബൺ ടെട്രാക്ലോറൈഡ്. ഓക്കെ, കാർബൺ ടെട്രാക്ലോറൈഡ് എന്നാണ് ഈ കോമ്പൗണ്ട് സാധാരണഗതിയിൽ അറിയപ്പെടുന്നത്. പക്ഷെ അത് IUPAC നെയിം ആണോ? അല്ല. IUPAC നെയിമിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ? ടെട്രാക്ലോറോമീഥൈൻ. ഇവിടെ നിന്ന് തുടങ്ങണം. ഹാലജൻ ആറ്റം ആദ്യം പറയണം, എന്നിട്ട് വേണം എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കൈനിന്റെ പേര് പറയാനായിട്ട്. സോ ഇവിടെ ഒരു ക്ലോറിൻ ഉള്ളതുകൊണ്ട് ക്ലോറോമീഥൈൻ, ഇവിടെ ഡൈക്ലോറോമീഥൈൻ, ട്രൈക്ലോറോമീഥൈൻ, ടെട്രാക്ലോറോമീഥൈൻ. അങ്ങനെയാണ് ഇതിന്റെ IUPAC നെയിം. അപ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിലെ ഏതെങ്കിലും ഒരു ആറ്റത്തിനെ റിപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ വേറെ ആരെങ്കിലും വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. മീഥൈനിന്റെ കണ്ടു. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈഥൈനിന്റെ പറയാം. ഈഥൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? CH3 ആയിരിക്കും ഈഥൈൻ അല്ലെ. 2 കാർബൺ ആറ്റം ഉള്ള ഓർഗാനിക് മോളിക്യൂൾ ആണ് ഈഥൈൻ. CH3. ഇതുപോലെ തന്നെ ക്ലോറിൻ മോളിക്യൂളിന്റെ പ്രസൻസിൽ സൺലൈറ്റിന്റെ പ്രസൻസിലാണ് കേട്ടോ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് തൽക്കാലം എഴുതാം. ഈ കാർബണിനെ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? CH3 അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി. അപ്പോൾ CH2 ആയി പകരം ഈ ക്ലോറിൻ അവിടേക്ക് വരുന്നു. സോ CH3 CH2Cl പ്ലസ് ബൈ പ്രൊഡക്റ്റ് എന്ത് വരും? HCl വരും. ഇങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എഴുതുന്നത്. വാട്ട് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ആൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ ആറ്റം ഓർ ഗ്രൂപ്പ്. ദാറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് നോൺ ആസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓർഗാനിക് കോമ്പൗണ്ട്സ് തരുന്ന, പ്രത്യേകിച്ചും സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് തരുന്ന, എന്താണ് സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് മോളിക്യൂള് ആൽക്കൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ നമ്മുടെ കോമ്പൗണ്ടിൽ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഓർഗാനിക് മോളിക്യൂൾ അല്ലെങ്കിൽ പൂരിത സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംയുക്തങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ തരുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മുടെ എസ്പെഷ്യലി ഹൈഡ്രജൻ ആറ്റത്തിനെയാണ് സാധാരണഗതിയിൽ റീപ്ലേസ് ചെയ്തിട്ട് പകരം വരിക. ഓക്കെ, ഏതെങ്കിലും ഒരു ആറ്റം നമ്മുടെ ആൽക്കൈനിലെ ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പകരം വേറെ ആരെങ്കിലും ആ സ്ഥാനം കൈയടക്കുകയാണെങ്കിൽ ആ ടൈപ്പ് കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഡൗട്ട് ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് കെമിക്കൽ റിയാക്ഷനിലോട്ട് പോകാം. സെക്കൻഡ് വൺ ഈസ് അഡീഷൻ റിയാക്ഷൻ. സെക്കൻഡ് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഈസ് അഡീഷൻ റിയാക്ഷൻ. ഈ പേരുകളിൽ തന്നെ നമുക്ക് ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റും. ആദ്യത്തെ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു പേരിട്ട് ടീച്ചർ ലീവ് ആണെന്നുണ്ടെങ്കിൽ, വരേണ്ട ടീച്ചർ ലീവ് ആണെന്നുണ്ടെങ്കിൽ പകരം ഒരു സബ്സ്റ്റിറ്റ്യൂവൻ അല്ലെ, പകരം ഒരാളെ വ്യക്തി, അങ്ങനെ നമ്മൾ ആ ടൈം എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതുപോലെ അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നറിയാമോ? ആരെയും മാറ്റുന്നില്ല. ഉള്ള ഗ്രൂപ്പില് ഉള്ള കോമ്പൗണ്ട് അതുപോലെ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് എക്സ്ട്രാ ആളുകൾ അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് എന്ന് പറയുന്നത് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഡീഷൻ കെമിക്കൽ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻസ് ആർ ഷോൺ ബൈ അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് മോളിക്യൂൾ. എന്താ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാല് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ പ്രസന്റ് ആയിട്ടുള്ള മോളിക്യൂൾ തരുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് ഏത്? അഡീഷൻ റിയാക്ഷൻ. നോക്കുക, ഒരു ഡബിൾ ബോണ്ട് ഉള്ള മോളിക്യൂൾ, ഏറ്റവും സിംപ്ലസ്റ്റ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്തീൻ ആണ്. ഇത് എങ്ങനെ എഴുതുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫണ്ടമെന്റൽസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ വീണ്ടും ഇങ്ങനെ ഹൈഡ്രജൻ ആറ്റം പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു. ഇങ്ങനെയാണ് ശരിക്കും എഴുതേണ്ടത്. 2 കാർബൺ ആറ്റം ഡബിൾ ബോണ്ട് വഴി റെപ്രസെന്റ് ചെയ്തു, ബാക്കി ബാലൻസീസ് ഹൈഡ്രജൻ ആറ്റം കൊടുത്തു. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? CH2. എപ്പോഴും നമ്മളിങ്ങനെ ബോണ്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സോ CH2 ഡബിൾ ബോണ്ട് CH2, ഇതിലേക്ക് നമ്മൾ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ആഡ് ചെയ്യാണ് എന്ന് വിചാരിക്കുക. എന്താണ് ആഡ് ചെയ്യുന്നത്? ഹൈഡ്രജൻ മോളിക്യൂൾ ആഡ് ചെയ്യുന്നു. നോക്കുക, ഒറ്റ നോട്ടത്തിൽ തന്നെ അൺസാച്ചുറേറ്റഡ് മോളിക്യൂൾ ആണോ അഡീഷൻ നടക്കാനാണ് സാധ്യത എന്ന് ഓർത്ത് വെക്കുക. ഇതൊരു അൺസാച്ചുറേറ്റഡ് മോളിക്യൂൾ അല്ലേ? കാരണം ഡബിൾ ബോണ്ട് ഉണ്ട്. ഇതുപോലെ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിലും എന്ത് നടക്കാനുള്ള സാധ്യതയുണ്ട്? അഡീഷൻ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ ആറ്റംസ് ആണല്ലോ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഒരു ഹൈഡ്രജൻ ആറ്റം ഈ കാർബണിലേക്ക് ആഡ് ചെയ്യും.
അടുത്ത ഹൈഡ്രജൻ ആറ്റം ഈ കാർബണിലേക്കും ആഡ് ചെയ്യും. അപ്പോൾ മുമ്പത്തെ റിയാക്ഷനുമായിട്ട് ഇതിനുള്ള വ്യത്യാസം എന്താണ് ആലോചിച്ച് നോക്കിയ. മുമ്പത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരാളെ പറിച്ചു മാറ്റിയിട്ട് അതേ സ്ഥാനത്ത് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമായിരുന്നു. ഇവിടെ എങ്ങനെയാണ്, ഉള്ളവർ അവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഈ കാർബണും ഉണ്ട്, 2 ഹൈഡ്രജനും ഉണ്ട്, അത് അവിടെ തന്നെ ഉണ്ട്. ഈ കാർബണും 2 ഹൈഡ്രജനും അവിടെ തന്നെ ഉണ്ട്. എന്നിട്ടോ പുതിയതായിട്ട് ഓരോരുത്തരും അങ്ങോട്ടേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ഈ കാർബണയിൽ ഓൾറെഡി ഇങ്ങനെ 2 ഹൈഡ്രജൻ ആറ്റം നിപ്പുണ്ട്. ഞാൻ അങ്ങനെ ഇങ്ങനെ വരച്ചത് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാലോ. ഇനി അടുത്ത ഒരു ഹൈഡ്രജനും കൂടെ ഇതിലോട്ട് ചെല്ലുവാണ്. ആ ഹൈഡ്രജൻ എവിടെ നിന്ന് വന്നതാണ്, നമ്മൾ ആഡ് ചെയ്ത ഹൈഡ്രജൻ മോളിക്യൂളിലുള്ള ഒരു ഹൈഡ്രജൻ ആറ്റം വന്ന് ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യുവാണെന്ന് വിചാരിക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെ ഡബിൾ ബോണ്ട് ഇടാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്, കാർബണിന്റെ വാലൻസി ആകെ 4 പാടുള്ളൂ. ഈ വീണ്ടും ഇവിടെ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ എന്താ, കാർബണിന്റെ വാലൻസി 5 ആയി പോകും. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഒരു ഹൈഡ്രജൻ ആറ്റം ഇവിടേക്ക് വന്നാൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് കാർബൺ ബോണ്ട് ബിക്കം സിംഗിൾ ബോണ്ട്. മനസ്സിലായോ? കാർബൺ ഡബിൾ ബോണ്ട് പിന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല, സിംഗിൾ ബോണ്ടായി. അടുത്ത ഹൈഡ്രജൻ ആറ്റം എവിടേക്ക് ചെല്ലുകയാണ്, അവിടേക്ക് ചെല്ലാൻ പോവാണ്. അപ്പൊ 2 ഹൈഡ്രജൻ ആറ്റംസ് 2 കാർബൺ ആറ്റത്തിലേക്ക് വന്നാൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ അൺസാച്ചുറേറ്റഡ് മോളിക്യൂൾ ഇപ്പോൾ സാച്ചുറേറ്റഡ് മോളിക്യൂളായി. അപ്പോൾ ഈ ടൈപ്പ് കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഇത് അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ അഡീഷൻ റിയാക്ഷൻ ഇസ് എ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് an unsaturated molecule containing double bond or triple bond is converted into a saturated molecule. Double bond or triple bond, നമ്മൾ ഡബിൾ ബോണ്ട് ആണ് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. നമുക്ക് ഇതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ട് ഉള്ള മോളിക്യൂളും നോക്കാം. ഓക്കെ, ഇവിടെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ റിയാക്ഷൻ നടക്കാനായിട്ട് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം അതുപോലെയുള്ള കാറ്റലിസ്റ്റുകളും കൂടെ ഈ കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ അഡീഷൻ, ഹൈഡ്രജൻ ആവണമെന്നില്ല, ഏത് മോളിക്യൂൾ ആഡ് ചെയ്താലും അത് ഞാൻ കാണിച്ചു തരാം, കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇനി ഇതുപോലെ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ കൂടുതലും എന്താ ചെയ്യേണ്ടത്, വാട്ട് ഈസ് അഡീഷൻ റിയാക്ഷൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ്, ഇതുപോലെ കെമിക്കൽ റിയാക്ടിന്റെ സൈഡൊക്കെ തന്നിട്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് ഫില്ല് ചെയ്യാനായിട്ടായിരിക്കും തരുന്നത്. ചിലപ്പോൾ പ്രൊഡക്റ്റ് തന്നിട്ട് ഇവിടെ ഹൈഡ്രജന് തന്നിട്ട് ഇവിടെയുള്ള കോമ്പൗണ്ട് എന്താണെന്ന് എഴുതാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പല പ്രാവശ്യം ഇത് നോക്കി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലോട്ട് പോകുന്നുള്ളൂ. ഒരു ആൽക്കെയിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ, ഒരു സാച്ചുറേറ്റഡ് മോളിക്യൂൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ് മോളിക്യൂളിൽ നിന്നായിരിക്കും കിട്ടുന്നതെന്ന് അപ്പം തന്നെ ഓർമ്മ വരണം. ഓക്കെ, അപ്പോൾ ഇത് ഡാഷ് ഇട്ട് തന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നുള്ള രീതിയിൽ ഇവിടെ ഹൈഡ്രജനും തന്നിട്ട് ഈ പ്രൊഡക്റ്റും തന്നിട്ട് ചിലപ്പം ഇത് ഫില്ല് ചെയ്യാനായിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു സാച്ചുറേറ്റഡ് മോളിക്യൂൾ ആണെങ്കിൽ ഓർക്കണം, ഈ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം തന്നെയുള്ള ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് മോളിക്യൂൾ ഇവിടെ കൊടുത്തിരുന്നാൽ മതി. ചിലപ്പോൾ ഇത് രണ്ടും തന്നിട്ട് പ്രൊഡക്റ്റ് ഫില്ല് ചെയ്യാനായിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് അഡീഷൻ റിയാക്ഷൻ എന്നോ വാട്ട് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഉപരിയായിട്ട് നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇക്വേഷൻസ് ഒക്കെ തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള ആ മോഡലിൽ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. CH3 CH, ഇപ്പൊ 2 കാർബൺ ആറ്റമുള്ള ഏറ്റവും സിംപിളസ്റ്റ് ആൽക്കീൻ എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് CH3 CH ഡബിൾ ബോണ്ട് CH2, ഇതിനകത്തേക്ക് നമുക്ക് ഒരു ക്ലോറിൻ മോളിക്യൂൾ ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എത്ര ലോങ് ആയിട്ടുള്ള മോളിക്യൂൾ ആയിക്കോട്ടെ നിങ്ങൾക്ക് തന്നേക്കുന്നത്, നിങ്ങൾ ആകെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കാർബൺ ഡബിൾ ബോണ്ട് എവിടെയാന്ന് നോക്കിയാൽ മതി. ചിലപ്പോൾ ഒരു 10 കാർബൺ ആറ്റമുള്ള ആൽക്കീൻ ആയിക്കോട്ടെ, ആ 10 കാർബൺ ആറ്റത്തിൽ എവിടെയാണോ കാർബൺ ഡബിൾ ബോണ്ട് കിടക്കുന്നത് അവിടേക്ക് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വേറെ ഒരു ഭാഗത്തും ഒരു ചേഞ്ചും വരുത്തേണ്ട കാര്യമില്ല, അത് അതുപോലെ തന്നെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി വലിയ മോളിക്യൂൾ ഒന്നുമല്ല, 3 കാർബൺ ആറ്റം മാത്രമുള്ള ഓർഗാനിക് മോളിക്യൂൾ ആണ്. അപ്പോൾ 3 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് കാർബൺ ഡബിൾ ബോണ്ട് കിടക്കുന്നത്. ഓക്കെ, ഇത് ചിലപ്പോൾ ഇങ്ങനെ തരുന്നതിന് പകരമേ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ തന്നിട്ടുണ്ടാവുക കേട്ടോ. ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുത്തു, ഇങ്ങനെ ഹൈഡ്രജൻ കൊടുത്തു, ഇങ്ങനെ ഹൈഡ്രജൻ കൊടുത്തു, എന്നിട്ട് ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു, ഇങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നത്. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ സംഭവമാണെന്ന് ഒന്നും ഓർത്തേക്കരുത്. നിങ്ങളിപ്പോൾ കുറെ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇതൊന്നും ഒരു സൈഡ് മുതൽ ആലോചിക്കുക. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 ആണല്ലോ എന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ തന്നാലും വളരെ ബോണ്ടെല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ വലിയൊരു മോളിക്യൂൾ പോലെ തോന്നത്തക്ക രീതിയിലൊക്കെ നിങ്ങൾക്ക് തന്നാലും അവിടെ യാതൊരു കൺഫ്യൂഷനും വേണ്ട. അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഏറ്റവും സിമ്പിൾ ഫോമിൽ മാത്രം ആലോചിക്കുക. എന്നിട്ട് എത്ര കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കാണിക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര കാർബൺ ആറ്റം ഉണ്ടെങ്കിലും
ശരി, നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ മോളിക്യൂളിൽ എവിടെയാണ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ളത്? അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ Cl2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ക്ലോറിൻ ആറ്റംസ് അല്ലേ? ഒരു ക്ലോറിൻ ആറ്റം നമ്മുടെ കാർബൺ കാർബൺ ഈ ഡബിൾ ബോണ്ടിലോട്ട് ആഡ് ചെയ്യുക, അടുത്ത ക്ലോറിൻ ആറ്റം ഇതിലേക്കും ആഡ് ചെയ്യുക. ഡബിൾ ബോണ്ട് ഉള്ള ഭാഗത്തേക്ക് മാത്രമേ അഡീഷൻ നടക്കുള്ളൂ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ എന്തെന്ന് നമുക്ക് പ്രൊഡക്റ്റ് എഴുതാം? ഈ CH3 നമ്മൾ അങ്ങനെ തന്നെ എഴുതാണ്, CH3. ദെൻ ഇവിടെ CH2 ആയി, ഓൾറെഡി CH ഉണ്ടായിരുന്നത് CH2 ആയി, പിന്നെ ഇപ്പറേയും CH2 ഉണ്ടായിരുന്നത് CH3 ആയി അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ നമ്മൾ ക്ലോറിൻ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഹൈഡ്രജൻ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഞാൻ ഇവിടെ പറഞ്ഞ മുകളിലത്തെ ഓർമ്മയിൽ ഇവിടെ നമ്മൾ ക്ലോറിൻ ആണ് ആഡ് ചെയ്യുന്നത്. സോ CHCl, അടുത്ത് ഇവിടേക്കും എന്താ ആഡ് ചെയ്യണം? ക്ലോറിൻ ആണ് ആഡ് ചെയ്യുന്നത്. സോ CH2Cl. ഇനി കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എന്തായി? സിംഗിൾ ബോണ്ട് ആയി. ഓക്കെ, ക്ലോറിന്റെ അഡീഷൻ ആണ്, ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ CH2 ഇട്ട് പോയത് മുകളിലത്തെ ആ ഒരു ഹൈഡ്രജന്റെ അഡീഷൻ ആണല്ലോ എന്നുള്ള രീതിയിലാണ് ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ CHCl CH2Cl എന്നുള്ള രീതിയിൽ വരുന്നു. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് മാറി കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് CH2 എന്താ ചെയ്യാം? CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr നോക്കുക. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് H2 മോളിക്യൂൾ, സിമ്പിൾ മോളിക്യൂളിന്റെ അഡീഷൻ ആയിരുന്നു, ഹോമോ അറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂളിന്റെ അഡീഷൻ ആയിരുന്നു. 2 ഒരേപോലത്തെ ആറ്റംസ് ചേർന്ന മോളിക്യൂൾ. ഇത് ഡിഫറെന്റ് ആറ്റംസ് ചേർന്നുണ്ടായിരിക്കുന്ന ഒരു മോളിക്യൂൾ. ഏതാണ് എക്സാമ്പിൾ? HBr. ഹൈഡ്രജനും ബ്രോമിനുമാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോഴും ഒന്നും നിങ്ങൾ നോക്കണ്ട, ഒരിടത്തേക്ക് ഹൈഡ്രജനെ കൊടുക്കുക, വേറൊരിടത്തേക്ക് ബ്രോമിനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റും? CH2 ഹൈഡ്രജൻ CH2Br, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എന്തായി? കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയി. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ കൊടുക്കാം. ഒരു ഇത്തിരി കൂടെ വലിയൊരു ആൽക്കീൻ കൊടുത്ത് നോക്കാം. ഇത്തിരി കൂടെ വലിയ ആൽക്കീൻ എന്ന് പറയുമ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH3. ഇതിലേക്ക് നമ്മൾ HBr ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. HBr ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഒരു ഭാഗത്തേക്ക് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ പറഞ്ഞു. ബാക്കി അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ എന്തോരം നീളമുള്ള ചെയിനും ആയിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ നിങ്ങൾ ഈ കാർബണിലേക്ക് കൊടുക്കുന്നു, ബ്രോമിനെ നമ്മൾ അടുത്ത കാർബണിലേക്ക് കൊടുക്കുന്നു. അച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ആകുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് എഴുതാം. CH3നെ അങ്ങനെ തന്നെ കൊടുക്കുന്നു. CH ഓൾറെഡി ഉണ്ടായിരുന്നു, അതിപ്പോ CH2 ആയി. ഡബിൾ ബോണ്ട് ഇനി ഉണ്ടാവില്ല, സിംഗിൾ ബോണ്ട് ആയി. CH ഉണ്ടായിരുന്നതിലേക്ക് ഞാൻ ബ്രോമിനെ കൊടുത്തു, CH3. കണ്ടോ? ഈ രീതിയിലാണ് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഡബിൾ ബോണ്ടഡ് മോളിക്യൂൾ വന്നാൽ നമ്മൾ 2-3 എക്സാമ്പിൾസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, എത്ര ലോങ് ചെയിൻ ആണെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ ഒരിടത്തേക്ക് ഒരാളെ കൊടുക്കുക, മറ്റിടത്തേക്ക് അടുത്തയാളെ കൊടുക്കുക. ഇനി എവിടേക്ക് ഹൈഡ്രജൻ, ഇനി HBrന്റെ അഡീഷനൊക്കെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് 10th ലെവലിൽ നിങ്ങൾക്ക് ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി ബാക്കി നമ്മൾ +1 ക്ലാസ്സിലൊക്കെ പഠിക്കും, HBrന്റെ അഡീഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ചില റൂളിനെയൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെയാണ്, അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു ആൽക്കൈൻ, ഞാൻ പറഞ്ഞല്ലോ അഡീഷൻ റിയാക്ഷൻ അൺസാച്ചുറേറ്റഡ് മോളിക്യൂൾസിനെ സാച്ചുറേറ്റഡ് ആക്കുന്ന പ്രോസസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അൺസാച്ചുറേറ്റഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ആകാം, ട്രിപ്പിൾ ബോണ്ട് ആകാം. ഇനി നമുക്കൊരു ട്രിപ്പിൾ ബോണ്ടഡ് മോളിക്യൂൾ കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ട്രിപ്പിൾ ബോണ്ടഡ് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ട്രിപ്പിൾ ബോണ്ടഡ് മോളിക്യൂൾ അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആൽക്കൈൻ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആൽക്കൈൻ എന്ന് പറയുമ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. ഇതിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ, പലേഡിയം ഓർ പ്ലാറ്റിനം അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലുമൊക്കെ ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്നായിരിക്കും സംഭവിക്കുന്നത്? ഇതാണ് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. ഒരു ഹൈഡ്രജൻ ആറ്റം H2 എന്ന് പറഞ്ഞാൽ HH, ഒരു ഹൈഡ്രജൻ ആറ്റം ഈ കാർബണിലേക്കും അടുത്ത ഹൈഡ്രജൻ ആറ്റം ഈ കാർബണിലോട്ടും പോകുന്നു. അപ്പോൾ ഓൾറെഡി CH ആയിരുന്നത് ഇപ്പൊ എന്താവുകയാണ്? CH2 ആയി. ഇവിടെയും എന്തായി? CH2 ആയി. ഓക്കെ, ഇനി എത്ര എണ്ണം ബാലൻസ് ശരിയാവണമെങ്കിൽ എത്ര എണ്ണം? ഇപ്പൊ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതില് നോക്കാം, കാർബണിൽ ഇപ്പൊ 2 ഹൈഡ്രജൻ ആറ്റം ആയിട്ടുണ്ട്, ബാക്കി 2 ബാലൻസി വേണം. അപ്പോൾ എന്തായി? ആദ്യം അത് ഡബിൾ ബോണ്ടഡ് മോളിക്യൂൾ ആയി. ഡബിൾ ബോണ്ടഡ് മോളിക്യൂൾ ആയാൽ വീണ്ടും അതിന് എന്ത് പോസിബിൾ ആണ്? ഈ CH2 ഡബിൾ ബോണ്ട് CH2 നമ്മൾ മുമ്പേ കണ്ടതല്ലേ, ഹൈഡ്രോജനേഷൻ വീണ്ടും പോസിബിൾ ആണ്. അപ്പോൾ അത് എന്തായിട്ട് മാറും? CH3 സിംഗിൾ ബോണ്ട് CH3 ആയി.
അപ്പോൾ ഇതാണ് അഡീഷൻ റിയാക്ഷന്റെ വേറൊരു എക്സാമ്പിൾ. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടഡ് മോളിക്യൂൾ ആണെങ്കിൽ 2 സ്റ്റേജിലാണ്. ആദ്യം അത് ഡബിൾ ബോണ്ടഡ് മോളിക്യൂൾ ആയിട്ട് മാറും. ഡബിൾ ബോണ്ടഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഡീഷൻ റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് വരുന്ന 2 കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് കെമിക്കൽ റിയാക്ഷനോട്ട് പോവാണ്. തേർഡ് വൺ ഈസ് പോളിമറൈസേഷൻ റിയാക്ഷൻ. Third one is polymerization. Polymerization reaction. പോളിമേഴ്സ് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് പോളിമേഴ്സ് യൂസ്, പ്ലാസ്റ്റിക്സ് ഒക്കെ എല്ലാം പോളിമേഴ്സ് ആണ്. അതുപോലെ നിങ്ങൾ PVC പൈപ്പുകളൊക്കെ കേട്ടിട്ടില്ലേ? PVC പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതൊക്കെ പോളിമർ ആണ്. എന്താ പോളിമർ എന്ന് നോക്കാം. അല്ലെങ്കിൽ എന്താണ് പോളിമർ? പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പോളിമർ ഫോം ചെയ്യുന്ന റിയാക്ഷനെയാണ് പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? സിമ്പിൾ ഓർഗാനിക് മോളിക്യൂള് കമ്പൈൻ ചെയ്തിട്ട് ഒരു ബിഗ് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. അതായത് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ പോളിമേഴ്സ് ആർ ബിഗ് മോളിക്യൂൾ, അല്ലെങ്കിൽ പോളിമേഴ്സ് ആർ ദി മോളിക്യൂൾസ് ഹാവിംഗ് വെരി ഹൈ മോളിക്കുലർ മാസ്. These are formed by the joining of simple molecules. ഓക്കെ, സിമ്പിൾ മോളിക്യൂൾസ് ജോയിൻ ചെയ്ത് ഉണ്ടാകുന്ന ഒരു വലിയ മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് പോളിമർ. ആ പ്രോസസ്സിന് ഇത് ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഒക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പോളിമറിന്റെ ഫോർമേഷനെ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ സാധാരണ നമുക്ക് ഏറ്റവും സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുത്തുകൾ കൂട്ടി എന്താണ് മാല കെട്ടില്ലേ? മുത്തുകൾ ചേർത്ത് ചെറിയ മുത്തുകൾ കൂട്ടി ചേർത്ത് നമ്മളൊരു വലിയ മുത്തുമാല, അല്ലെങ്കിൽ ചെറിയ പൂക്കൾ ചേർത്ത് വലിയ ഒരു പൂമാല. അപ്പോൾ വലിയ പൂമാല എന്ന് പറയുന്നത് അതൊരു പോളിമർ ആണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ആ പോളിമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കുഞ്ഞു പൂക്കളെയും അല്ലെങ്കിൽ ഓരോ ചെറിയ മുത്തുകളെയും നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്യിച്ചു. ആ ഓരോ മുത്തിനെയും അല്ലെങ്കിൽ ആ ഓരോ പൂവിനെയും നമുക്ക് വിളിക്കാവുന്ന പേരാണ് മോണോമർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മോണോമർ എന്ന് പറഞ്ഞാൽ? പോളിമർ, ദ സിമ്പിൾ മോളിക്യൂൾസ് യൂസ്ഡ് ഫോർ ദി ഫോർമേഷൻ ഓഫ് പോളിമർ, ദാറ്റ് സിംപ്ലസ്റ്റ് മോളിക്യൂൾസ് ആർ നോൺ ആസ് മോണോമേഴ്സ്. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ആ വലിയ മോളിക്യൂൾ, ആ സിംഗിൾ യൂണിറ്റ് എല്ലാം കൂടെ പല യൂണിറ്റുകളെല്ലാം കൂടെ കൂടി ചേർന്ന് കിട്ടിയ സിംഗിൾ യൂണിറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പോളിമർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മുടെ എത്തീൻ മോളിക്യൂൾ, എന്താ എത്തീൻ? എത്ത് മീൻസ് 2 കാർബൺ ആറ്റം. ഇങ്ങനെ എത്തീൻ മോളിക്യൂൾ കുറെ എണ്ണം ജോയിൻ ചെയ്യാന്ന് വിചാരിച്ച് CH2 പ്ലസ് CH2 അതായത് നമ്മൾ കെട്ടാൻ പോകുന്ന മാലയുടെ ഓരോ മുത്തുകളുമാണ് ഇതെന്ന് വിചാരിക്കുക. ഇവരെല്ലാവരും കൂടെ ജോയിൻ ചെയ്തിട്ട് ഇതിങ്ങനെ പ്ലസ് എക്സെട്ര ആയിട്ടാണ് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്, ഒരുപാടുണ്ട്. കാരണം പോളിമർ ഇസ് എ ബിഗ് മോളിക്യൂൾ, എ ജയന്റ് മോളിക്യൂൾ ഹാവിംഗ് വെരി ഹൈ മോളിക്കുലർ മാസ് formed by the combination of small repeating molecules. റിപ്പീറ്റ് ചെയ്ത് ചെറിയ സ്മോൾ മോളിക്യൂൾസിന്റെ റെപ്പറ്റീഷൻ വഴിയായിട്ട് ഫോം ചെയ്യുന്ന ബിഗ് മോളിക്യൂളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോളിമർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു യൂണിറ്റ്, ഇത് അടുത്ത യൂണിറ്റ്, അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് യൂണിറ്റുകളുണ്ട്. അപ്പോൾ നോക്കുക, ഇവരെ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്യണം അല്ലെ? ഇവരെ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യണം. ശരിയല്ലേ? ഇവിടെ ഇവരെ തമ്മിൽ കണക്ട്, ഞാൻ ഇട്ടിരിക്കുന്ന പ്ലസ് സിമ്പൽ, ഇവരെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബോണ്ട് വരിക എന്ന് പറഞ്ഞാൽ ആ ബോണ്ട് എവിടെ നിന്ന് വരും? നോക്കുക, ഈ ഒരു മോണോമറിൽ തന്നെ ഈ ഓരോ യൂണിറ്റിനെയും വിളിക്കുന്ന പേരെന്താണ്? മോണോമർ എന്നാണ്. ഇവിടെയുള്ള ഈ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലെ? ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അപ്പൊ പുതിയൊരു ബോണ്ട്, ആ ഒരു ആള് ഇവിടെയുള്ള ഒരു ബോണ്ടായ 2 ഇലക്ട്രോണിനെ കൊടുക്കുകയാണ്. അതുപോലെ ഇവര് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്, ഈ ഡബിൾ ബോണ്ടിൽ ഒരാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവരെ കണക്ട് ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവരെ കണക്ട് ചെയ്യുന്നു. അപ്പൊ ഫലത്തിൽ എങ്ങനെ വരും? CH2 സിംഗിൾ ബോണ്ട് 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 CH2 അങ്ങനെ 2 സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കാണുന്നുണ്ട് CH2 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എന്തിനാ ഇങ്ങനെ 6 ആഗ് ഫോമിൽ എഴുതിയെന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. നേരെ CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഇതിന് നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എത്ര എണ്ണം ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ? ഇഷ്ടംപോലെ നമ്പറുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അത് n നമ്പർ ആണെന്ന് വിചാരിക്കാം. n നമ്പർ ഓഫ്
CH2 പോളിമറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോളിമർ മോളിക്യൂളിൽ ആ ഡബിൾ ബോണ്ട് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുക, സിംഗിൾ ബോണ്ട് കൊടുക്കുക, രണ്ട് സൈഡിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുക, അത് n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുക. അപ്പോൾ ഈ പോളിമറിന്റെ പേരെന്താണെന്ന് അറിയാമോ? പോളി എത്തീൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ ഈ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എല്ലാ പോളിമറിന്റെ പേര് കൊടുക്കുന്നത് അങ്ങനെയാണ്. മോണോമറിന്റെ പേരിന്റെ തൊട്ട് മുന്നേ ഒരു പോളി ചേർക്കും. ഇവിടെ എത്തീൻ ആണ് മോണോമർ യൂണിറ്റ്. സോ പോളി എത്തീൻ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ കളഞ്ഞിട്ട് നമ്മൾ പോളിത്തീൻ കവറുകൾ, പോളിത്തീൻ ബാഗുകൾ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ, അതേ സാധനമാണിത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പോളിമറൈസേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ n number of CH2 ഡബിൾ ബോണ്ട് CH2 ഓൺ പോളിമറൈസേഷൻ we get CH2 സിംഗിൾ ബോണ്ട് CH2 n ടൈംസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു 1-2 നിങ്ങൾ സാധാരണ ഡെയിലി ലൈഫിൽ പോളിത്തീൻ ബാഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ PVC. അതും ഒന്ന് നോക്കാം. പിന്നെ വേറൊരു പോളിമറും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഈ സെക്ഷൻ അങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോളിമർ എന്ന് പറയുന്നത് നമ്മുടെ PVC തന്നെ നോക്കാം. PVC എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം ഓർത്തിരിക്കുക, പോളി വിനൈൽ ക്ലോറൈഡ്. നമ്മുടെ PVC പൈപ്പിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പോളി വിനൈൽ ക്ലോറൈഡ്. പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ക്ലോറോ ഈഥൈൻ ഇല്ലേ, ക്ലോറോ ഈഥൈൻ അല്ല, ക്ലോറോ എത്തീൻ. CH2 ഡബിൾ ബോണ്ട് CH2 ആണ് എത്തീൻ. ഇതിൽ ഒരു ഹൈഡ്രജൻ ആറ്റം മാറ്റുന്നു. ഒരു ഹൈഡ്രജൻ ആറ്റം മാറ്റിയിട്ട് ഇവിടെ ക്ലോറിൻ വരുന്നു. ഇതിനെ നമുക്ക് ക്ലോറോ എത്തീൻ എന്നാണ് നമ്മൾ ഇതിന്റെ എന്ത് പറയുന്നത്, IUPAC നെയിം പറയുന്നത്. പക്ഷേ ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട്. ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് വിനൈൽ. അതുകൊണ്ട് ഇതിന്റെ കോമൺ നെയിം വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഒരേ സാധനത്തിനെ തന്നെ പല പേരിൽ എന്താ വിളിക്കുന്നത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, IUPAC നെയിമും ഉണ്ട്, കോമൺ നെയിം ഉണ്ട്. കോമൺ നെയിം നമ്മൾ ഒരുപാട് നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കും. ഇപ്പം നിങ്ങൾ തന്നെ വീട്ടിൽ വിളിക്കുന്ന, നിങ്ങളുടെ സ്കൂളിൽ ചേർത്തേക്കുന്ന പേരായിരിക്കില്ല നിങ്ങളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോമ്പൗണ്ടിലും ഉണ്ട് പല പേരുകളെന്ന് ഓർക്കാം. അതിന് നിങ്ങൾക്ക് എപ്പോഴും നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതെങ്ങനെ അറിയാൻ പറ്റുന്നത്, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. IUPAC സിസ്റ്റം അനുസരിച്ചുള്ള നെയിമിംഗ് നമുക്ക് ഏത് കോമ്പൗണ്ടിനും കൊടുക്കാം. ഇതെന്താണ്, IUPAC സിസ്റ്റം അനുസരിച്ച് ക്ലോറിൻ, ഹാലജന്റെ പേര് ആദ്യം കൊടുക്കണം. ഇത് ആൽക്കീനാണ്, ക്ലോറോ ആൽക്കീൻ എന്ന് പറയണം. അപ്പോൾ ക്ലോറോ എത്തീൻ എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. പിന്നെ എന്തിനാ അതിനെ വിനൈൽ ക്ലോറൈഡ് എന്ന് വിളിച്ചതെന്ന് ചോദിച്ചാൽ, വിനൈൽ ക്ലോറൈഡ് എന്നതിന് ഒരു കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ഒരു പേരുണ്ടെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന് വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന കോമൺ നെയിം ആണ്. ശരിക്കും ക്ലോറോ എത്തീൻ എന്നാണ് ഇതിന്റെ പേര്. ഇത് n മോളിക്യൂൾ പോളിമറൈസ് ചെയ്ത് നിങ്ങൾ ഇത്ര ചെയ്യേണ്ടതുള്ളൂ. മോണോമറിന്റെ ഇത് എഴുതുക, ജസ്റ്റ് സ്ട്രക്ചർ എഴുതുക, അതിൽ ഡബിൾ ബോണ്ട് മാറ്റി സിംഗിൾ ബോണ്ട് ആക്കിക്കൊണ്ട് പോളിമർ എഴുതുക. അതായത് നമുക്ക് എങ്ങനെ കൊടുക്കാം, CH2 സിംഗിൾ ബോണ്ട് CH-Cl ഇത് രണ്ട് സൈഡിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. കാരണം ഇത് n നമ്പർ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനത് ഇപ്പുറത്തെ തൊട്ട് മോളിൽ ആൽക്കീന്റെ എഴുതി കാണിച്ചില്ല, അതേപോലെ തന്നെ ഇതൊരു മോളിക്യൂൾ ഇതുപോലെ തന്നെ അടുത്ത മോളിക്യൂൾ ഇപ്പുറം എഴുതിയാൽ ഇവരെ തമ്മിൽ കണക്ട് ചെയ്തൊരു പുതിയ ബോണ്ട് വേണം. ആ പുതിയ ബോണ്ടിനെ ആര് കൊടുക്കുന്നു, ഈ ഡബിൾ ബോണ്ട് ഒരെണ്ണം ഷിഫ്റ്റ് ചെയ്തിട്ടാണ് മറ്റ് രണ്ട് യൂണിറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫലത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന PVC. ഇവിടെ നമ്മുടെ കോമൺ നെയിമിലാണ്, ആ രീതിയിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പോളി ക്ലോറോ എത്തീൻ എന്ന് സാധാരണ പറയാറില്ല. പോളിമറിന്റെ പേര് പറയുന്നത് പോളി എന്നതിനോടൊപ്പം മോണോമറിന്റെ പേര് ചേർത്തിട്ടാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ കോമൺ നെയിമിൽ തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു വേറൊരു പോളിമറാണ് നമ്മൾ നോൺ സ്റ്റിക് പാനുകൾ, നോൺ സ്റ്റിക് കോട്ടിംഗ് അങ്ങനത്തെ പാത്രങ്ങളെല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിലുള്ള കോട്ടിങ് അതിനെ വിളിക്കുന്ന പേരാണ് ടെഫ്ലോൺ കോട്ടിംഗ് ആണ്. അതും ഒരു പോളിമറാണ്. അത് നമുക്ക് നോക്കാം. അത് നമ്മുടെ എത്തീൻ എന്ന് പറയുമ്പോൾ കാർബൺ ഡബിൾ ബോണ്ട്. ഇവിടെ എല്ലാ കാർബണിന്റെ വാലൻസീസ് എല്ലാം ഫ്ലൂറിൻ ആറ്റം വഴിയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ മൊത്തത്തിൽ 4 ഫ്ലൂറിൻ ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ടെട്രാഫ്ലൂറോ എത്തീൻ എന്ന് വിളിക്കാം. ഇത് n നമ്പർ പോളിമറൈസ് ചെയ്താൽ നമുക്ക് ഇത് എങ്ങനെ എഴുതാം, പോളിമർ എഴുതാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലെന്നേ. CF2 സിംഗിൾ ബോണ്ട് CF2 കണ്ടോ, ഇതിനെയാണ് ടെഫ്ലോൺ എന്ന് വിളിക്കുന്നത്. ടെഫ്ലോൺ ഈ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ നോൺ സ്റ്റിക് പാത്രങ്ങളിലെല്ലാം കോട്ട് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസ്. ഇതും ഒരു പോളിമർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ 3 കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, പോളിമറൈസേഷൻ. ഇനി ഒരു 2 കെമിക്കൽ റിയാക്ഷൻസും കൂടെ ഉണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരുങ്ങുക, ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക.
നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു വെരി മച്ച്.